കലഹം താൽക്കാലികമായി അവസാനിച്ചെങ്കിലും അതിൽ നിന്ന് മറ്റൊരു പ്രശ്നം കൂടി ഉയർന്നു വന്നു. ചന്ദ്രൻ താരാദേവിയെ ബൃഹസ്പതിക്ക് തിരികെ കൊടുക്കുന്ന കാലത്ത് താര ഗർഭിണിയായിരുന്നു. ഈ വിവരം ബൃഹസ്പതി അറിഞ്ഞിരുന്നില്ല. ദേവാസുര യുദ്ധത്തിനു ശേഷം എല്ലാവരും അവരവരുടെ ഭവനത്തിൽ സുഖമായി വസിക്കുന്ന കാലത്ത് താരാദേവി അതിസുന്ദരനായ ഒരു പുത്രനെ പ്രസവിച്ചു. ബാലന്റെ ജാതകർമാദികൾ പിതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് ബൃഹസ്പതി തന്നെ നിർവഹിച്ചു. താരാദേവി ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചതും ബൃഹസ്പതി ജാതകർമാദികൾ കഴിച്ചതും മറ്റും കേട്ടയുടനെ ചന്ദ്രൻ ഒരു ദൂതനെ ബൃഹസ്പതി ഗൃഹത്തിലേക്ക് അയച്ചു. താര പ്രസവിച്ച ശിശു തന്റേതാണെന്നും അതിനാൽ കുഞ്ഞിനെ ഉടൻ തന്നെ വിട്ടുതരണമെന്നും ചന്ദ്രൻ അവകാശപ്പെട്ടു. പുത്രൻ തന്റേതാണെന്ന് ബൃഹസ്പതിയും അവകാശപ്പെട്ടു. ഈ അവകാശ തർക്കം വളർന്ന് ഒരു രണ്ടാം ദേവാസുര യുദ്ധത്തിന്റെ വക്കിലെത്തി. ഈ ഘട്ടത്തിൽ ബ്രഹ്മാവ് ബൃഹസ്പതിയുടെ ഗൃഹത്തിൽ ചെന്ന് താരയെ വിളിച്ച് ശിശു ആരുടേതാണെന്ന് വ്യക്തമായി പറയണമെന്ന് ആജ്ഞാപിച്ചു. ശിശുവിന്റെ പിതാവ് വാസ്തവത്തിൽ ചന്ദ്രനാണെന്ന് അവൾ പറഞ്ഞു. അതനുസരിച്ച് ശിശുവിനെ ചന്ദ്രന് വിട്ടുകൊടുക്കുവാൻ ബ്രഹ്മാവ് നിർദ്ദേശിക്കുകയും ബൃഹസ്പതി അങ്ങനെ ചെയ്യുകയും ചെയ്തു. ചന്ദ്രൻ ശിശുവിനെ കൊണ്ടുപോയി ബുധൻ എന്ന പേരിട്ട് വളർത്തി. ഈ ബുധനാണ് പുരൂരവസിന്റെ അച്ഛൻ.